അബൂ ഇസ്ഹാഖ് അസ്സജ്ജാജ് റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ കൊടുത്തിട്ടുണ്ട് 13ാമത്തെ വോളിയം 538ാമത്തെ പേജിൽ. ഖാല അബൂ ഇസ്ഹാഖ് അസ്സജ്ജാജ് അദ്ദേഹം പറയാണ്, അജ്മഅ അഹ്ലുസുന്ന അലൽ ഈമാൻ ബിൽ മീസാൻ. അഹ്ലുസുന്നത്ത് ഈ മീസാന്റെ വിഷയത്തിൽ വിശ്വസിക്കുന്നതിൽ ഏകാഭിപ്രായത്തിലാണ്. വ അന്ന അഅമാലൽ ഇബാദി തൂസനു യൗമൽ ഖിയാമ, പരലോകത്ത് അടിമകളുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുകയും വ അന്നൽ മീസാന ലഹു ലിസാനുൻ വ കിഫ്ഫതാനി, മീസാനിന് ഒരു നാവുണ്ടെന്നും അതിന് 2 തട്ടുണ്ടെന്നും വ യമീലു ബിൽ അഅമാലി, സൽക്കർമ്മങ്ങളുടെ അനുസരിച്ചിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം തൂങ്ങുന്നതാണ്. ഏതിലേക്കാണോ കൂടുതലുള്ളത്, സൽക്കർമ്മങ്ങളാണെങ്കിൽ അതിലേക്ക്, ദുഷ്കർമ്മങ്ങളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക്, അങ്ങനെ ചെരിയുന്നതായിട്ടുള്ള തുലാസ് ഉണ്ട് എന്നുള്ള വിഷയത്തിൽ അഹ്ലുസുന്നത്ത് എന്താണ്, ഇജ്മാഅല്ല. അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമില്ല. ഇതിൽ ഈ ഇജ്മാഅൽ എന്തും കൂടി ഉണ്ട് നമുക്ക് ഫായിദ. ഈ മീസാന്റെ സിഫത്ത് ഉണ്ട്. എങ്ങനെയാണ് ഈ മീസാൻ? അതിന് 2 ത്രാസ് ഉണ്ട്. കിഫ എന്ന് പറഞ്ഞാലും കഫ എന്ന് പറഞ്ഞാലും ത്രാസ്, തട്ട്. പിന്നെ എന്താ പറഞ്ഞത്, ലിസാൻ. ലിസാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ ഭാരം തൂങ്ങുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും. അതിനാണ് എന്താ പറയാ, നാക്ക്. അതിനാണ് ലിസാനുൽ മീസാൻ എന്ന് പറയാം. പക്ഷെ ഇതിന്റെ കൈഫിയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു അഅലം, നമുക്കറിയില്ല. നമുക്ക് ഈ അദില്ലത്തിൽ വന്നതിനനുസരിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ഥിരപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം 2 കിഫത്ത് ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ്, 2 തട്ട് ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം ഹദീസ്. അതല്ലാതെ അതിന്റെ കൈഫിയത്ത് എന്താ? കാരണം എന്താണ്, സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒരുപാടുണ്ടാവും. എത്രയോ ആളുകളുടെ കർമ്മങ്ങൾ തൂക്കാനുണ്ട്. പരലോകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മുഴുവൻ ആളുകളുടെ, അല്ലെ, ആദം നബി അലൈഹി സ്വലാം മുതൽ ആ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളുടെ എന്താണ് തൂക്കപ്പെടാനുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ കൈഫിയത്ത് അല്ലാഹു അഅലം. പക്ഷെ നമുക്ക് സ്ഥിരപ്പെടുത്തുന്നത് എങ്ങനെയാണ്, അതിന് ലിസാൻ ഉണ്ട്, കിഫത്താൻ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരപ്പെടുത്തണം. കാരണം അത് അമർ ഗൈബിയാണ്, ഗൈബി ആയിട്ടുള്ള ഒരു കാര്യമാണ്.